കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അവസാനത്തെ മത്സരത്തിന് ശേഷം എന്തോ വലിയ പ്രഖ്യാപനം നടത്താമെന്ന് മാർക്കസ് മർഗലോ നമ്മളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരുന്നതാണ്. പക്ഷേ ആ ഒരു പ്രഖ്യാപനം പോസിറ്റീവായിട്ട് വേണോ നെഗറ്റീവായിട്ട് വേണോ എങ്ങനെ എടുക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മാർക്കസ് മർഗലോ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് പരാജയപ്പെട്ട് പുറത്തായതിന് പിന്നാലെ പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പല തലകളും ഉരുണ്ടു വീഴാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഡേവിഡ് കാറ്റാല തന്നെ പുറത്തു പോകാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ട്വീറ്റ് നൽകുന്ന സൂചനകൾ അത്രമാത്രം മഹത്തരമാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ 2 മത്സരങ്ങളിലെയും സമീപനങ്ങൾ, ഡേവിഡ് കാറ്റാലയുടെ നോൺസെൻസ് അപ്രോച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഉൾപ്പെടെ പലർക്കും അതൃപ്തി ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ പലരുടെയും തലകൾ ഉരുണ്ടു വീഴും. കോൺട്രാക്റ്റഡ് ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യം വരെ ആശങ്കയിലാണ്. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലായതുകൊണ്ട് ചില തലകൾ ഉരുണ്ട് വീരും, പകരം ആളുകൾ വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. കോൺട്രാക്റ്റഡ് ഫോറിൻ പ്ലേയേഴ്സ് ഉൾപ്പെടെയുള്ള 2 ആൾ പോയി പുതിയ ആൾ വരും. 2 ആളിലേറെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ പലരുടെയും തലകൾ ഉരുളും. അപ്പം കാറ്റാല പോലും അവിടെ സേഫ് അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം നമ്മുടെ സ്കിങ്കിസ് സേഫ് ആണോ എന്നുള്ളതും ചോദ്യചിഹ്നമാണ്. ഏതായാലും മാർക്കസിന്റെ അപ്ഡേറ്റ് തുറന്നിടുന്നത് വളരെ വലിയ സൂചനകളുടെ വാതിൽ തന്നെയാണ്.